അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം വരയ്ക്കാനൊക്കെ അറിയാം, അതല്ല സിവിൽ എഞ്ചിനീയറിംഗ് പാസ്സായതാണ്, അതും അല്ല നിങ്ങൾക്ക് എന്താണ് വരയ്ക്കാൻ അറിയാം, വീടിൻ്റെ പ്ലാനിനെ പറ്റി നല്ല ഐഡിയാസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്ന നല്ല കിട്ടില്ലെന്നായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല കിട്ടില്ലെന്നായിട്ടുള്ളൊരു വെബ്സൈറ്റാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വെബ്സൈറ്റ് ഏതാണെന്നും എങ്ങനെ വർക്ക് ചെയ്യണം, എങ്ങനെ വിഡ്രോവൽ ചെയ്യണം, ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യാം, പെയ്ഡ് വേർഷൻ ഉണ്ടോ, ഫ്രീ വേർഷൻ ആണോ എന്ന് തൊട്ട് തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വായിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാവുള്ളൂ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടെന്ന് പറഞ്ഞാൽ ഹോം സ്റ്റൈലർ എന്ന് പറയുന്ന നല്ല കിടിലായിട്ടുള്ള ഒരു വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് വരയ്ക്കാനൊക്കെ അറിയാം, അതല്ല സിവിൽ എഞ്ചിനീയർ പഠിച്ചവരാണ്, അതല്ലാതെ നിങ്ങൾക്ക് വീടിനെ പറ്റി പ്ലാൻ വരയ്ക്കാനൊക്കെ അറിയാവുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന നല്ല കിടിലായിട്ടുള്ളൊരു സൈറ്റാണ് ഹോം സ്റ്റൈലർ എന്ന് പറയുന്നത്. അപ്പം താല്പര്യമുള്ളവർ ഗൂഗിളിൽ ചെന്നിട്ട് ഹോം സ്റ്റൈലർ എന്നൊന്ന് ടൈപ്പ് ചെയ്ത് വരുമ്പോൾ ഈ കാണുന്ന ആദ്യത്തെ സൈറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ജസ്റ്റ് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണാൻ സാധിക്കും. ഇവിടെ അവർ പറയുന്നുണ്ട് ഡിസൈനിങ് യുവർ ഡ്രീം ഹോം ഇൻ 3D. 3Dയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹോം ഡിസൈൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഹൗസ് ഇറ്റ് വർക്ക്, എങ്ങനെയാണ് വർക്ക് ചെയ്യാനുള്ളത്. ആദ്യമേ ഇതെന്ന് പറയുന്നത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, വരയ്ക്കണം. വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഡ്രോ എ ഫ്ലോർ പ്ലാൻ ഇൻ 2D ആൻഡ് വി ബിൽഡ് ദ 3D റൂംസ് ഫോർ യുവർ ഈവൻ വിത്ത് കോംപ്ലക്സ് ബിൽഡിംഗ് സ്ട്രക്ചർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു 3D 2Dയിൽ വരത്തക്ക രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മളൊരു റൂമിൻ്റെ പ്ലാൻ പ്രിപ്പയർ ചെയ്യണം. പിന്നെ വന്നിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡെക്കറേറ്റ് എ റൂം വിത്ത് 1:1 ഫർണിച്ചർ from your 3 lakh model library as well as ബ്രാൻഡ് കാറ്റലോഗ്. അപ്പോൾ അവർ പറയുന്നത് നമ്മളത് എന്ത് ചെയ്യണം, ഡെക്കറേറ്റ് ചെയ്യണം, 1 അനുസരിച്ച് ഫർണിച്ചറും മറ്റ് കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, വ്യൂ ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ വരയ്ക്കുക എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മളത് ഒരു ഇമേജ് രൂപത്തിൽ വരച്ചെടുക്കണം. ഇപ്പം നിങ്ങൾക്കറിയാമായിരിക്കും, ഈ വരയ്ക്കുന്നവർക്ക് അല്ലെങ്കിൽ പ്ലാൻ വരയ്ക്കുന്നവർക്കൊക്കെ അതിൻ്റെ ഒരു പ്ലാനിൻ്റെ സ്ട്രക്ചർ നമുക്ക് അറിയാൻ പറ്റും. അതറിയാത്തവർക്ക് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ടോ പ്ലാനിങ് സ്ട്രക്ചറും ഒക്കെ, ഇത് ഇങ്ങനത്തെ കണ്ടോ, ഇതുപോലെ ആക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വ്യൂ എന്ന് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവർക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റും. അപ്ലോഡ് ചെയ്യുക എന്ന് പറയുന്നത് ഷെയറിംഗ് ആണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷെയർ എന്ന് പറയുമ്പോൾ നമ്മൾ ഫിനിഷ് ആയി കഴിഞ്ഞിട്ട് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പം ഇതിനവർ കുറേ വീഡിയോസൊക്കെ കൊടുത്തിട്ടുണ്ട്, ഏതാണ് എങ്ങനെ വരയ്ക്കണം, എന്താണ് ഉദ്ദേശിക്കുന്നതിനൊക്കെ പറ്റി എല്ലാത്തിനകത്തും അവർ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളും അതുപോലെ വീഡിയോസ് നമ്മൾ വീഡിയോ രൂപത്തിലാക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ആക്കുക, അല്ലെങ്കിൽ ഇമേജ് ആക്കുകയെങ്കിൽ അങ്ങനെ ആക്കുക. നമ്മുടെ ഓപ്ഷനൽ അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന കാര്യം കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റണം. കാണുന്നവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ പുതിയ ക്രിയേറ്റീവായിട്ടുള്ള ഹോം സെറ്റിങ്സിനുമാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അത് ഡെവലപ്പ് ചെയ്ത് പുതിയ ഐഡിയാസ് ഉൾപ്പെടുത്തിയിട്ട് വേണം ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഫ്രീ വേർഷനും ഉണ്ട്, പെയ്ഡ് വേർഷനും ഉണ്ട്. ഇവിടെ നമുക്ക് 14 ദിവസത്തെ ട്രയലുണ്ട്. ട്രയലിങ്സ് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പെയ്ഡ് വേർഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യമേ ഫ്രീ ആയിട്ടുള്ള ഇതിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക്
പേയ്മെൻറ്റ് കിട്ടുമോ, എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നിങ്ങൾ നോക്കുക. നല്ല രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാം, നിങ്ങൾക്ക് എന്താണ് പുതിയ പുതിയ ഐഡിയാസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ് വീടിനെ പറ്റി പ്ലാനിങ് ഒക്കെ അറിയാവുന്നവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല കിട്ടലായിട്ടുള്ളൊരു എന്താണ് വെബ്സൈറ്റാണ്. ഇതിൽ നമ്മൾ എന്താണ് വരച്ച് കൊടുക്കുന്ന പ്ലാൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഷെയർ ചെയ്ത് കഴിയുമ്പോൾ മറ്റ് വെബ്സൈറ്റിൽ വരുന്ന ഈ വീടിന് പ്ലാൻ വേണ്ടവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കമ്പനികൾ അത് കണ്ടിട്ട് പർച്ചേസ് ചെയ്യും. അപ്പം നമുക്ക് എന്താണ് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മുടെ സാധനമല്ല പർച്ചേസ് ചെയ്യുന്നത്, അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. ആ എമൗണ്ടിന് അവർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ പെയ്ഡ് വേർഷൻ ആണെങ്കിലും അല്ലാത്ത വേർഷൻ ആണെങ്കിൽ പോലും പേയ്മെൻറ്റ് നടത്തുന്നത് പേപാൽ വഴിയായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ക്രെഡിറ്റ് കാർഡ് വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് നടത്താൻ പറ്റുന്നതാണ്. ആദ്യമേ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ളത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെക്കൊണ്ട് പറ്റുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പെയ്ഡ് വേർഷൻ യൂസ് ചെയ്യുക. അപ്പം താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.